അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും രാവിലെ ഒരു ഉറക്കമുണർന്ന് എണീക്കുമ്പോൾ നമ്മളൊരു പക്ഷേ വിശ്രമം കഴിഞ്ഞാണ് എണീക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരവയവം ഒട്ടും വിശ്രമിക്കാതെ നമ്മൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെ താളം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഏറെ ബോധവാന്മാരാവേണ്ടതുണ്ട്. കാരണം ഒരുപാട് സംരക്ഷണം ആവശ്യമുള്ള ഒരു അവയവം തന്നെയാണ് ഹൃദയം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം നമ്മളോടൊപ്പം മുമ്പ് ഡോക്ടർ ലൈവ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആരോഗ്യ വിചാര പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഡോക്ടർ പേര് ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ എന്നാണ്. ഡോക്ടറെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സ്നേഹത്തോടെ ഡോക്ടറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. യെസ് ഡോക്ടറെ, വളരെ ബേസിക്കായ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാം. എന്താണ് സത്യത്തിൽ ഹൃദയം, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ ഇത്ര തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഹൃദയത്തിൻ്റെ ഒരു എന്താണ് ഹൃദയം, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആ ഒരു സെഷൻ ഡോക്ടർ. ഓക്കെ, സോ നമ്മ ഫസ്റ്റ് ബർത്ത് ആവുമ്പോൾ ഓക്കെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ആസ് സൂൺ ആസ് എ ചൈൽഡ് ക്രൈസ്, ഒരു കുട്ടി ക്രൈ ചെയ്ത ശേഷം ഹാർട്ടിൻ്റെ അത് മുന്നേ പമ്പിങ് സ്റ്റാർട്ട് ആവും. ബട്ട് ഫുള്ളായി ഫങ്ഷനല്ല ഈ കുട്ടുമ്പോൾ ഈ വേൾഡിൽ വരുമ്പോൾ സ്റ്റാർട്ട് ആവുക ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ടു ദ ഡെത്ത്. മനസ്സിലായില്ല, പോവ സമയം ടിൽ ഖബർ ദ വൺ ഓർഗൻ വിച്ച് വിൽ വർക്ക് നോൺ സ്റ്റോപ്പ് അത് ഹാർട്ടാണ്. അത് കുറേ ഓർഗൻസ് കപ്പാസിറ്റി കുറവാവും, കുറേ ഓർഗൻസിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി അതേപോലെ ഉണ്ടാവില്ല. ബട്ട് ഹാർട്ട് ഈസ് വൺ ഓർഗൻ, അത് ഒരു സമാന വർക്ക് ചെയ്യും അൺടിൽ അൺലെസ് കുറച്ച് പ്രോബ്ലം ആവുക ഇല്ലെങ്കിൽ സെക്കൻഡ് മുതൽ അതെ ടിൽ ദ ടൈം ദ പേഴ്സൺ ഗോസ് ലാസ്റ്റ് ബീറ്റ് വരെ ഒരു ഓർഗൻ നോൺ സ്റ്റോപ്പായി ഒരു മിനിറ്റിൽ ആവറേജ് 72 ടൈംസ് പമ്പ് ചെയ്യുക ഓർഗനാണ് ഹാർട്ട്. ഹാർട്ട് ബേസിക്കലി ഒരു ദിവസം ഏകദേശം ഒരു 1 ലക്ഷോളം തവണ അതെ പമ്പ് ചെയ്ത് പോവും. സോ ബേസിക്കലി ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷനാണ് ബ്ലഡ് സപ്ലൈ. ഓക്കെ, ഇറ്റ് സപ്ലൈസ് ബ്ലഡ്. എങ്ങനെ നമ്മ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യൊക്കെ പദാർത്ഥ വേണമല്ല, ഫുഡിൻ്റെ കാര്യ ചായ ಕಾಫಿ ಎಲ್ಲ. ಸೊ ಈ ಐಟಮ್ಸ್ ನಮ್ಮ ವೈರಿಂದ ಬ್ಲಡ್ಡಲ್ಲಿ ಬರು. ಈ ಬ್ಲಡ್ಡಲ್ಲಿ ಬಂದಂಬೋ ನಮ್ಮ ಹಾರ್ಟಿಂದ ಕಾರ್ಯമാണ് ಅದು ಬೇರೆ ಬೇರೆ ಸ್ಥಳಕ್ಕೆ ಡೆಲಿವರಿ ചെയ്യും. അത് ഡെലിവറി ചെയ്യൊക്കെ ನಮ್ಮ ಹಾರ್ಟ್ കുറച്ച് പ്രഷറെല്ലാം ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് അനോളജി ഈസ് ഇറ്റ് വർക്ക്സ് ലൈക്ക് എ വാട്ടർ പമ്പ്. ഓക്കെ, ನಮ್ಮ ഒരു സ്ഥലದಿಂದ ബ്ലഡ് സക്ക് ചെയ്ത് വാട്ടർ സക്ക് ചെയ്തിട്ട് ಬೇರೆ സ്ഥലಕ್ಕೆ കൊണ്ടുപോവുക. സോ ഇത് നോൺ സ്റ്റോപ്പ് വർക്കാണ്. ഓക്കെ, ഇവർക്ക് റെസ്റ്റ് ഇല്ല. ഇത് സ്ലീപ്പിക്ക് പോകപ്പെടോ ഹാർട്ട് റെസ്റ്റ് എടുത്താണെങ്കിൽ വിൽ ഡൈ, മരിച്ചു പോകുക. സോ അത് അങ്ങനില്ല. അത് എങ്ങനെ ഇറ്റ് ഹാസ് ടു വർക്ക് നോൺ സ്റ്റോപ്പ് വിത്തൗട്ട് എനി ടേക്കിംഗ് എനി റെസ്റ്റ്. സോ വെൻ ദ ടാസ്ക് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാവില്ല, ഇത് ഒരു റെസ്റ്റ് ഇല്ലാതെ നോൺ സ്റ്റോപ്പ് every second it has to pump blood. It cannot take any pause. Now sleepally പോവപ്പോ മൈൻഡിಗೆ ರೆಸ್ಟ್ കിട്ടും. ഓക്കെ, ഐസിಗೆ ರೆಸ್ಟ್ കിട്ടും, മസിൽസിಗೆ ರೆಸ್ಟ್ കിട്ടും, ഉറങ്ങുന്ന സമയം നമുക്ക് അതെല്ലാം റിക്കവർ ആവും. ഹാർട്ടിന്ന് അങ്ങനില്ല. നൈറ്റല്ലೂ ഹാർട്ട് വർക്ക് ചെയ്യൂ, ഡേയിലും വർക്ക് ചെയ്യൂ, ജോലി ചെയ്യപ്പോൾ വർക്ക് ചെയ്യൂ, എല്ലാ സമയം നോൺ സ്റ്റോപ്പ് ഇറ്റ് ഹാസ് ടു വർക്ക്. സോ വെൻ ഇറ്റ് ഹാസ് ടു വർക്ക് ആ മസൽ ഉണ്ടല്ലോ ഹാർട്ടിൻ്റെ, ആ മസലിൻ്റെ ഹെൽത്ത് ആണ് നമ്മ കാർഡിയാക് ഹെൽത്ത്. ഓക്കെ,
ನಮ್ಮ ഉദ്ദേശമാണ് ആ ഹാർട്ടിങ് പമ്പ് ചെയ്യുക മസിൽസ് അത് ನಮ್ಮ ക്വാളിറ്റി മസിൽസ് വേണം. അൺടിൽ അൺലെസ് വി ഡോണ്ട് ഹാവ് പ്രോപ്പർ ഹാർട്ടിൻ്റെ മസിൽസ് അത് പ്രശ്നമാവും. ಅದರಿಂದನೇ ಇದೆಲ್ಲ ಹಾರ್ಟಿಂದ ಡಿಸೀಸ್ ಎಲ್ಲ ಸ್ಟಾರ್ಟ್ ಆವು. ಸೊ ಅದು ಭಾಗമായിട്ട് ನಮ್ಮ ಹೆಲ್ದಿ ಲೈಫ್ ಸ್ಟೈಲ್ ಫಾರ್ ಎ ಹೆಲ್ದಿ ഹാർട്ട് ആണ് സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം, ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓഫ് ഓൾ ദ ഓർഗൻസ് ഇത്രയും റോളുകൾ ചെയ്യുന്ന ഒരു അവയവമാണ്. ഓക്കെ, സാധാരണ ഹൃദയത്തിന് വരാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ. ബ്രീഫായിട്ട് നമുക്ക് ശ്രോതാക്കളോട് എന്താ പറയുന്നത്? നോർമലി അതെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാർട്ട് ഡിസീസ് ಎಲ್ಲರಿಗೂ പേടി ഉണ്ടാവുക ഹാർട്ട് ഡിസീസാണ് ഹാർട്ട് ಅಟ್ಯಾಕ್. ಹಾರ್ಟಲ್ಲಿ ಬೇರೆ ಬೇರೆ ಪಾರ್ಟ್ಸ್ ಉಂಟು. ಓಕೆ, ಬೇರೆ ಬೇರೆ ಪಾರ್ಟ್ಸಿಂದ ಬೇರೆ ಬೇರೆ ಪ್ರಾಬ್ಲಮ್ಸ್ വരും. ಓಕೆ, ഹാർട്ട് ഇലക്ട്രിഫൈഡ് ആണ്, ഇലക്ട്രിസിറ്റി പോവും ഒരു സ്ഥലದಿಂದ ಬೇರೆ സ്ഥലം. ഇതെല്ലാം സിഗ്നലിംഗ് കപ്പാസിറ്റിയാണ്. ഹാർട്ടിൽ 4 ചേംബർ ഉണ്ടോ. ഓക്കെ, അപ്പർ 2 ചേംബർ, ലോവർ 2 ചേംബേഴ്സ് ഉണ്ടോ. അത് സിങ്ക്രനസ് ആയി കോൺട്രാക്ട് ചെയ്യും. അപ്പർ ചേംബർ കോൺട്രാക്ട് ചെയ്യൂ, താഴത്തെ ചേംബർ കോൺട്രാക്ട് ചെയ്യൂ. ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യില്ല, ಬೇರೆ ಬೇರೆ ಟೈಮಲ್ಲಿ ಬೇರೆ ಬೇರೆ ವರ್ಕ್ ചെയ്യും. ಸೊ ಇದು ഒരു സിങ്ക്രനൈസ്ഡ് പ്രോസസ്സാണ്. ഇത് ಬೇರೆ ಬೇರೆ എന്താ പറയുക സെൽസ് ആർ ഇൻവോൾവ്, ಬೇರೆ ಬೇರೆ സിഗ്നലിംഗ് മെക്കാനിസം ഇസ് ഒരുപാട് അവയവങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യും. സോ ഓവറോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ഹാപ്പൻസ് വെൻ അത് ನಮ್ಮ ಹಾರ್ಟಿನ ಮಸಲಿಂದ ಬ್ಲಡ್ ಸಪ್ಲೈ ಸ್ಟಾಪ್ ಆവും. ಅದು ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ആണ്. ಬೇರೆ ಡಿಸೀಸ್ ಇದು ನಾ പറഞ്ഞല്ല, സിഗ്നലിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഇറഗുലർ ആവും, റിതം ഇറഗുലർ ആവും. ನಮ್ಮ ഹാർട്ടിൽ വാൽവ്സ് ഉണ്ടാവും, ആ വാൽവ്സിൻ്റെ ലീക്ക് ആവുമ്പോൾ കിതപ്പ് വരും. ആ വാൽവിൻ്റെ സൈസ് ചിരുങ്ങുമ്പോൾ കിതപ്പ് വരും, തലച്ചുട്ടലും ആവും, വീണു. ഓക്കെ, കുറച്ചാടലി മിടിപ്പ് പെട്ടെന്ന് കൂടുതലാവും. 200-300 പോവും, അപ്പനു കിതപ്പ് പോലെ കാണുന്നുണ്ടോ. സോ ഓവറോൾ ഇതെല്ലാം ഒരുപാട് ഡിസീസ് ഉണ്ട്. ഓക്കെ, അത് വെരി വാസ്റ്റ് ആണ്. ബട്ട് അവർ എയിം ഈസ് ബിക്കോസ് ദ മോസ്റ്റ് കോമൺ ഇൻ ദീസ് ഓൾ ഡിസീസ് ഈസ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ആൻഡ് ഇത് ನಮ್ಮ ಪ್ರೆಸೆಂಟ್ ವರ್ಲ್ಡಲ್ಲಿ 1/3 ಆಡಿಗೆ ಕಾರ್ಡಿಯೋಸ್ಕ್ಯುಲರ್ ಡಿಸೀಸ್ ഉണ്ടാവും സാധ്യത ഉള്ളൂ. So it is very huge number of population is at risk of developing because അത് മെയിൻ റീസൺ ആണ് ഷുഗർ, മറ്റേ പ്രഷർ. ആ ഡിസീസ് മൊത്തം കൂടുതലാണ്. അതൊക്കെയാണ് ഹാർട്ട് ഡിസീസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിൻലി നമ്മൾ ഇത്രയും വിലപ്പെട്ട ഒരു അവയവമാണല്ലോ ഹൃദയം. ആ ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക്. പിന്നീട് ഹൃദയത്തിൻ്റെ താളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ ഡോക്ടർ, ഇനി നമ്മൾ യുവാക്കൾക്കിടയിൽ പോലും ഹൃദ്രോഗങ്ങൾ കൂടി കൊണ്ടേയിരിക്കുകയാണ്. മുമ്പൊക്കെ നമ്മുടെ കുറച്ച് ഏജായ ആളുകളായിരുന്നു ഹൃദ്രോഗം വരുന്നത്, എന്നാൽ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ ഹോർമോണൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മുമ്പൊന്നും അങ്ങനെ ഇഷ്യൂ വന്നിരുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഇതിൻ്റെ കുറിച്ച്? There is always a generational shift. Yes. Okay, say 20-30 years back, usually heart disease used to happen in 70s. 70 years, 60 years. Then 10 years back it used to happen in around 50 to 60 years. ഇപ്പോഴത്തെ ജനറേഷനിൽ 40 to 50 years ആണ്. 40 മുതൽ 50 വരെയുള്ള പ്രായത്തിൽ ആവുന്നുണ്ട്. നാ കണ്ടിട്ടുണ്ട്. നാ യംഗസ്റ്റ് പേഷ്യൻ്റ് നമ്മ 22 years ആണ്. 22 വയസ്സിൽ അവരുടെ ബാഡ് ലൈഫ് സ്റ്റൈൽ, ഫാമിലി ഹിസ്റ്ററി എല്ലാം ഉണ്ടാകുമ്പോൾ ആവും. സോ ഇത് ബേസിക്കലി ഇത് ജനറ്റിക് എവല്യൂഷൻ ആണ്. ഓക്കെ, അത് ನಾವು നോക്കൂ കുറച്ച കാലം മുന്നേ ನಮ್ಮ ಗ್ರ್ಯಾಂಡ್ ಫಾದರ್ಸ್ ಆ್ಯಂಡ್ ಅವರೆಲ್ಲರೂ ಹಾರ್ಡ್ ವರ್ಕ್ ചെയ്യുവാണ്. ಅವ್ರದ್ದು ಲೈಫ್ ಸ್ಟೈಲಲ್ಲಿ ಇದು ಬ್ಯಾಡ್ ಹ್ಯಾಬಿಟ್ಸ್ ഉണ്ടായിരുന്നില്ല. ಕೋಕೋ ಕೋಲಾ, ಡ್ರಿಂಕ್ಸ್, ಸ್ಮೋಕಿಂಗ್ ಎಲ್ಲ. ದೇ ಯೂಸ್ ಟು ವರ್ಕ್ ಇನ್ ಫೀಲ್ಡ್. ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വാസ് നോട്ട് ദെയർ. ഇത് മൊബൈൽ, ടി വി അതൊന്നും ഉണ്ടായിരുന്നില്ല. ലൈഫ് വാസ് വെരി പീസ്ഫുൾ. അവരുടെ ലൈഫ് വാസ് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനിൻ്റെ സൈക്കോളജിക്കൽ സ്ട്രെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാരണങ്ങളൊക്കെ ന്യൂ ജനറേഷനാണ്. സോ ആസ് ദ ജനറേഷണൽ ഷിഫ്റ്റ് ഹാസ് ഹാപ്പൻഡ്, ദീസ് ഓൾ തിങ്സ് ഹാവ് ആഡഡ് ടു അവർ life has become more easy also because of these things, and life has given lot of problem also. The current generational problems are because of the lifestyle, entirely lifestyle. If we go to big conferences and all ella avade
the most important stress they give is to educate about lifestyle now. ನಮ್ಮ ഡിസീസ് റിലേറ്റഡ് ഡിസ്കഷൻ കുറവാവും. എത്ര വലിയ കോൺഫറൻസിൽ ചെന്നാലും ഫസ്റ്റ് കൊടുക്കുന്ന നോളജ് പ്രിവെൻഷൻ ആണ്. അവിടെ ഒഴിവാക്കാം. അതെ, അതായത് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കാണ് ഏതൊരു കോൺഫറൻസിലും. ഫസ്റ്റ് തിങ് ഇസ് they tell us this. They tell us that prevention is better than cure. And if you can prevent one heart attack, it is equal to treating 100 heart attacks. അതാണ് നമ്മ മോട്ടോ. സോ ഇത് വളരെ പ്രധാന ടോപ്പിക്കാണ്, മോസ്റ്റ് ഓഫൻ ഇഗ്നോർഡ് ആണ്. അതായത് നമ്മൾ ഒരാളെ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഈക്വൽ ടു 100 ട്രീറ്റിംഗ് 100 ഹാർട്ട് അറ്റാക്ക്. സോ ആൻഡ് ഇറ്റ് ഈസ് ഓൾ പ്രിവെൻഷൻ. ഓക്കെ, അതിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്സ് ഒന്നും വേണ്ട. മെഡിസിൻസ് കഴിച്ച ആവശ്യമില്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് അവർ ലൈഫ് സ്റ്റൈൽ. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മോഡിഫൈ ചെയ്ത് പോവാണെങ്കിൽ വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഓഫ് ദ ഡിസീസസ് വിച്ച് ഫ്രം ബിഫോർ ഡെവലപ്പിംഗ്. അതാണ് നമ്മ ഉദ്ദേശം. അപ്പം പുതുതലമുറയിൽ ഇത് വരാനുള്ള കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽസാണ്. ബേസിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് ഈസ് ബാഡ് ഡയറ്ററി ഹാബിറ്റ്സ് വിത്ത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. If you remember the childhood life, we used to spend some time evening alli porthu poi play cheyu. Ippathe kids you can see nobody comes out. Nobody plays outside. They don't go into sunlight at all. Ellarige competitive world, they want to get successful everywhere. So the stress starts from LKG UKG. Time in the start how, and it goes on. It goes on and on and on. So overall, and the refined food in the Karya, this is the present generation. Previously, all the food items and everything was organic most of the times. But the present generation, nokombo burgers, the quality of the nutrients which we used to get previously, ippo anganilla. It is very bad. And along with that, namma bad habits, smoking, eating junk food, drinking, idella koodi, it has changed our body. Namma body if is like a perfect machine. It is a perfect machine which is given by the God. Allah has given very nice body. maximum capacity nille work cheyu until unless our machine ge you give harmful things. Okay, over usage, unintended usage, the purpose for which it is built അത് വിട്ട് വേറെ പർപ്പസിಗೆ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാൽ ഫങ്ഷൻ ആവും. അതാണ് റീസൺ ഫോർ. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് കാർഡിയാക് ഡിസീസ്, ഹൃദ്രോഗങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. കറക്റ്റ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഉള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഡോക്ടർ ഒന്ന് ശ്രോതാക്കളോട് പറയാം. അത് ആസ് ഐ വാസ് ടെല്ലിങ് യു, ദർ ആർ ലോട്ട് ഓഫ് ഹാർട്ട് ഡിസീസസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീങ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ಬರುವ ರೀಸನ್ ആണ് ഹാർട്ടിൻ്റെ രക്തക്കുഴി ബ്ലോക്ക് ഉണ്ടാവും. ആ ഹാർട്ടിൻ്റെ രക്തക്കുഴി ബ്ലോക്ക് ಬರುವ ರೀಸನ್ ആണ് അവിടെ ലിപ്പിഡ് പ്ലാക്ക്. ഓക്കെ, ನಮ್ಮ കൊളസ്ട്രോളിൻ്റെ പ്ലാക്ക് പോയിട്ട് അത് രക്തക്കുഴിಗೆ ಬ್ಲಾಕ್ ചെയ്യും. ഓക്കെ, ഈ കൊളസ്ട്രോളിൻ്റെ ബ്ലോക്ക് ಬರುವ ರೀಸನ್ಸ್ ആണ് ലൈഫ് സ്റ്റൈൽ, ബാഡ് ലൈഫ് സ്റ്റൈൽ. സോ ഈ ബ്ലോക്ക് ദാറ്റ് ഈസ് കോൾഡ് എസ് ಅಥಿರೋಸ್ಕ್ಲಿರೋಟಿಕ್ ബ്ലോക്ക്, ಅಥಿರೋಸ್ಕ್ಲಿರೋಟಿಕ್ പ്ലാക്ക് ആണ്. ആ ಅಥಿರೋಸ್ಕ್ಲಿರೋಟಿಕ್ പ്ലാക്കಲ್ಲಿ കുറേ ഐറ്റംസ് ഉണ്ടാവും, കുറേ കെമിക്കൽസ് ഉണ്ടാവും, അതിൽ ഒരു കൊളസ്ട്രോളാണ്. സോ അത് പ്രിവെൻഷൻ ചെയ്യുക മെത്തേഡാണ് ഇത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. സോ അവർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വിൽ പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് ദാറ്റ് ಅಥಿರೋಸ್ಕ್ಲಿರೋಟಿಕ್ പ്ലാക്ക്. ആ ಅಥಿರೋಸ್ಕ್ಲಿರೋಟಿಕ್ പ്ലാക്ക് പ്രിവെൻറ്റ് ആവുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ആവും. അത് ഡോക്ടർ ഫുഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെ, ഇതുപോലെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ? അത് ബേസിക്കലി ನಮ್ಮ ಲೈಫ್ ಸ್ಟೈಲಲ್ಲಿ ದೇರ್ ಆರ್ 3 components. Okay, basically overall 3 components. One is activity. Okay, active lifestyle. Okay, physical activity. Second is adequate amount of healthy diet and avoiding bad habits. Okay, so basically all the 3 components. There is one rule by American Health Association, okay, American Heart Association, AHA. There is a rule of 7.
ഓക്കെ, ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതിൽ ഉണ്ടാവുക ബേസിക് പാരാമീറ്റേഴ്സ് ഇതാണ്: യു കൺട്രോൾ യുവർ ഷുഗർ, you control your cholesterol, you control your blood pressure, smoking stop cheyu, then you control your weight, lose your weight, you stop eating unhealthy, become active. So there are 7 of this. There is a rule of 7. Rule of 7 alli you become active, you lose weight, you stop smoking, you reduce the cholesterol level, you reduce the level of sugar, you reduce the level of blood pressure. അത് നോർമൽ ബ്ലഡ് പ്രഷർ ആക്കുമ്പോൾ ഇതെല്ലാ ഫാക്ടേഴ്സ് 7 പാർട്ട് റെഗുലറായി ചെയ്താണെങ്കിൽ കുറേ ആടല്ലി ഹാർട്ട് അറ്റാക്ക് ആവില്ല. ദിസ് ഈസ് ബീൻ പ്രൊമോട്ടഡ് ബൈ എവറിബഡി വേൾഡ് വൈഡ്. റൂൾ ഓഫ് 7 ഫോർ ഹെൽത്തി ഹാർട്ട്. So each of these component is directly related to formation of heart attack. ഇത് എല്ലാ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ല. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അൺഹെൽത്തി ഫുഡ്, ഇതെല്ലാം ഡയറക്ട്ലി എഫക്റ്റിംഗ് ദ പേഷ്യൻറ്റ്സ് ഹാർട്ട്. സോ ഇതിൽ ബേസിക്കലി ഇഫ് ഐ ക്യാൻ ടേക്ക് സം ടൈം ആൻഡ് ഗോ ഇൻ ഡീറ്റെയിൽ, ನಮ್ಮ ಟಾರ್ಗೆಟ್ಸ್ എന്താണ്? ഓക്കെ, ನಮ್ಮ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, വാട്ട് ഈസ് ആക്ടിവിറ്റി ഇൻ എ ലൈഫ് സ്റ്റൈൽ? അത് പറയുകയാണെങ്കിൽ 150 minutes of total exercises in a week. ഓക്കെ, അതിൽ ഹൃദയത്തിനെ സംരക്ഷിക്കാനുള്ള വഴികളാണ് ഡോക്ടർ പറഞ്ഞത്. ദിസ് ഈസ് വാട്ട് ഈസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അത് കോമ്പോണൻറ്റ്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ എന്ത് പാർട്സ് ഉണ്ട് ഇതാണ്. സോ അമോങ് ദം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ബീയിങ് ആക്റ്റീവ്. ആക്റ്റീവ്ലി വാട്ട് വി സജസ്റ്റ് എവറിബഡി ഈസ് ദാറ്റ് 15 to 20 minutes of brisk walking. ನಮ್ಮ ನಾರ್ಮಲ್ ವಾಕಿಂಗ್ ಉಂಟು, ನಾರ್ಮಲ್ಗಿಂತ കുറച്ച് ഫാസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്രിസ്ക് വാക്കിംഗ്. സോ ദാറ്റ് ഈസ് ഷുഡ് ബി ഡൺ 15 to 20 minutes ഫോർ ഇൻ എ ഡേ. സോ ടോട്ടൽ വീക്കಲ್ಲಿ 150 minutes വേണം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് എ ഫിസിക്കലി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. സെക്കൻഡ്, സാധാരണ കാണാറുണ്ട് ഒരു ദിവസം തന്നെ ഒരുപാട് കിലോമീറ്റർ കണക്കിന് നടന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ അതാണോ നല്ലത്, അതോ എന്നും മുടങ്ങാതെ ഒരു നിശ്ചിത അളവിൽ they suggest this is recommended. ഓക്കെ, ബട്ട് ഇതിന് കുറച്ചാട് ടോളറേറ്റ് ചെയ്യൂ, കുറച്ചാട് ടോളറേറ്റ് ചെയ്യില്ല, അതിൻ്റെ ബുദ്ധിമുട്ടാവും. സോ വാട്ട് ദേ സജസ്റ്റ് ഇസ് ദാറ്റ് യു ഡു മിനിമം അറ്റ്ലീസ്റ്റ് 20 minutes. മറ്റേ ഇത് കുറച്ച് ബ്രിസ്ക് വേണം. ആസ് ഐ ടോൾഡ് യു, അത് ഹാർട്ടിൻ്റെ മസിലിൻ്റെ എക്സസൈസ് ആണ് വാക്കിംഗ്. എങ്ങനെ നമ്മ ബൈസെപ്സ് മസിൽ ചെയ്യൊക്കെ കുറച്ച് എക്സസൈസ് ഉണ്ടോ, എല്ലാ ട്രൈസെപ്സ് ചെയ്യൊക്കെ ഒരു എക്സസൈസ് ഉണ്ടോ, അത് ഹാർട്ടിൻ്റെ മസിൽ എക്സസൈസ് ആണ് വാക്കിംഗ്. സോ 15 to 20 minutes വാക്ക് ചെയ്താണെങ്കിൽ അത് മതിയാവും. ബട്ട് ഇഫ് സംബഡി കുറച്ച് സ്പീഡല്ലേ ടോളറേറ്റ് ചെയ്യൂ, അത് സ്ലോലി സ്റ്റാമിന ബിൽഡ് ചെയ്തിട്ട് റെഗുലറായി ചെയ്താണെങ്കിൽ 1 year, അറ്റ്ലീസ്റ്റ് 1 year റെഗുലറായി ചെയ്താൽ ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം അടിപൊളി. ഇറ്റ് വിൽ ബി വെരി ഗുഡ് in good range. Second is to reduce your weight. Okay, the most important thing is that അത് BMI ആണ്. ഓക്കെ, ನಮ್ಮ ಬಾಡಿ മാസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അത് നോർമൽ റേഞ്ചിൽ വേണം. ഇറ്റ് ഷുഡ് ബി അറൌണ്ട് 18 to 25, 18.9 to 24.9, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലಲ್ಲಿ യു ക്യാൻ സി ചൈൽഡ്ഹുഡ് ഒബെസിറ്റി വളരെ കോമൺ ആണ്. ഓക്കെ, യങ് ഏജിൽ തന്നെ ജങ്ക് ഫുഡ് കടിച്ച് അത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും, എസ്പെഷ്യലി ആൻഡ്രോയിഡ് ഫാറ്റ്. ನಮ್ಮ വയറിൻ്റെ അകത്ത് ഉണ്ട ഫാറ്റ്, ദാറ്റ് ഈസ് വെരി ബാഡ്. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു റെഡ്യൂസ് ദ വെയ്റ്റ് ആൻഡ് ബ്രിങ് ദ BMI between in that range. Then third important thing is to stop smoking. Okay, കുറേ ആട് I'll tell you the smoking in the heart attack മറ്റേ നോൺ സ്മോക്കർ ഇൻ ഹാർട്ട് അറ്റാക്ക് ഇതിൻ്റെ വ്യത്യാസം എന്താണ്? സ്മോക്കർ ഇൻ ഹാർട്ട് അറ്റാക്ക് ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം മാസീവ് ആണെങ്കിൽ ആ ആട് ഹോസ്പിറ്റലിലേക്ക് എത്തല്ല. കുറേ ആട് ನಾವು വിൽ ലിസൺ ദാറ്റ് ആടിಗೆ ഭയങ്കര വേദനയായി, ആ സ്ഥലല്ലേ മരിച്ചുപോയി, നൈറ്റല്ലേ മരിച്ചുപോയി, പുറത്തുണ്ടായിരുന്നു, ഫുഡ് കടിച്ചു, ഭയങ്കര ഹാർട്ട് അറ്റാക്കായി, ആ സ്ഥലല്ലേ മരിച്ചുപോയി. ആ യൂഷ്വലി ഇറ്റ് ഈസ് എ സ്മോക്കേഴ്സ് ഹാർട്ട് അറ്റാക്ക്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ പുകവലിയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്ക് കുറച്ച് സിവിയർ ആയി അവർക്ക് അതിന് റിക്കവർ ചെയ്യാൻ നല്ല പാടായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ ഹൃദ്രോഗങ്ങൾ പോലെയല്ല. ഏതായാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നമ്മുടെ ഈ ഒരു സമയം, ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ
നമ്മളെപ്പോഴും ജീവിതശൈലി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ആ ജീവിതശൈലി എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നാണ് കാർഡിയോളജിസ്റ്റായ പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ ഡോക്ടർ നമ്മളോടൊപ്പം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സംരക്ഷണം ജീവിതശൈലിയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.